ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ടുമാസ്. മൈ ഡിയർ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സീരിയൽ കില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് കാണാൻ പോകുന്നത്. ഒരുപാട് നാളായി നല്ലൊരു ക്രൈം ത്രില്ലർ കയ്യിൽ കിട്ടിയിട്ട് ഞാനതിങ്ങനെ അന്വേഷിച്ച് പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് വഴി തെറ്റിപ്പോയി. അതുകൊണ്ടാണ് അല്പം വൈകിയത്. 2013 റിലീസ് ചെയ്ത ദ ഫ്രോസൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന അമേരിക്കൻ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അമേരിക്കയിൽ ഒരുപാട് സ്ഥലങ്ങൾ ശീതകാലത്ത് തണുത്തുറഞ്ഞ് ആളപായമില്ലാത്ത ഏരിയകളായിരിക്കും. ഇതിങ്ങനെ കിലോമീറ്റർ കണക്കിന് കിടക്കുകയാണ്. ആരെങ്കിലും കാണാതെ പോയാലോ ആരെങ്കിലും കൊണ്ടുപോയി അവിടെ കളഞ്ഞാലോ പെട്ടെന്ന് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതും ഒരു 40-50 വർഷം പുറകിലേക്ക് ആലോചിച്ച് നോക്കിയേ. അപ്പൊ സിസ്റ്റങ്ങളൊന്നും അഡ്വാൻസ്ഡ് അല്ല. ഈ സമയത്ത് ഒരു സീരിയൽ കില്ലർ 20നും മുകളിൽ പെൺകുട്ടികളെ അലാസ്ക വനപ്രദേശത്ത് കൊണ്ടുപോയി കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ് ഈ ഫ്രോസൺ ഗ്രൗണ്ട്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ അലാസ്ക സ്റ്റേറ്റ് 1983 കാലഘട്ടം. ആ സമയത്ത് അവിടുത്തെ ഒരു ലോഡ്ജിലേക്ക് ഒരു പെൺകുട്ടി ഓടിക്കയറി എന്നെ കൊല്ലാൻ വരുന്നേന്നും പറഞ്ഞ് ഒച്ച വെച്ച് ഒരു മുറിക്കകത്തേക്ക് കയറി പൂട്ടിയിട്ട് കരയാണ്. ഇത് കണ്ട് പരിഭ്രാന്തരായ ലോഡ്ജിലെ താമസക്കാരുടനെ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന് ഡോർ തട്ടി, മാഡം ഡോർ തുറക്കൂ, ഞങ്ങൾ പോലീസാണ്, അകത്ത് എന്താണ് സംഭവിക്കണേന്ന് പറയുന്നു ചോദിക്കും. അപ്പൊ ആ പെൺകുട്ടി എന്നെ അയാൾ കൊല്ലാൻ ശ്രമിക്കുന്നു, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാ. ഇത് കേട്ട പോലീസുകാരൻ കതകും പൊളിച്ച് അകത്തേക്ക് കയറും. അപ്പൊ ഈ പെൺകുട്ടി ബാത്റൂമിലിരുന്ന് എന്നെ രക്ഷിക്കണേ, അവൻ എന്നെ പിടിക്കാൻ വരുന്നു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്, എന്റെ ഈ വിലങ്ങ് അഴിച്ചു തരുമോ എന്ന് ചോദിച്ച് അവളുടെ കയ്യിൽ വിലങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ആരോ ഇവളെ കയ്യിൽ വിലങ്ങിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചാണ്. പോലീസുകാരൻ അവളെ രക്ഷപ്പെടുത്തി, ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല, ഞങ്ങളുണ്ടെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിലെ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടർ പറയും പെൺകുട്ടിയെ ആരോ റേപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ മുറിപ്പാടുകളും ശരീരഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ചുനേരം റെസ്റ്റ് ചെയ്താൽ കണ്ടീഷൻ ഓക്കെ ആവും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറയാണ്. ഇത് കഴിഞ്ഞ് പോലീസുകാരൻ ആ പെൺകുട്ടിയെ കാണാൻ വരുമ്പോൾ അവൾ എന്റെ മെഡിക്കൽ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുക. അതിനാ പോലീസുകാരൻ ഇല്ല, എല്ലാം കഴിഞ്ഞിട്ടില്ല, മോളെ മൊഴിയും കൂടെ എടുക്കാനുണ്ട്, ഒന്ന് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാ. ഇത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഇവളുടെ മൊഴിയെടുത്ത് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ച ആളുടെ വിവരം മനസ്സിലാക്കി ഇവരാ പുള്ളിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു. എന്നാൽ പുള്ളിക്കാരൻ ഈ ക്രൈമുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. ഇത് നടക്കുന്ന സമയത്ത് അയാള് വേറെ ഏതോ കൂട്ടുകാരുടെ വീട്ടിലായിരുന്നു. ആ കൂട്ടുകാരും അലിബയായിട്ട് സമ്മതിച്ചിട്ടുണ്ട് അവരുടെ കൂടെ ആയിരുന്നു എന്ന്. അതേപോലെ ഇയാളെ കണ്ടു എന്നൊരു പിസാഗയും പറഞ്ഞിട്ടുണ്ട്. സോ ഇവള് കൊടുത്ത മൊഴിക്ക് യോജിച്ച ആളല്ല ആ പുള്ളിക്കാരൻ. അതുകൊണ്ട് അയാളെ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. പിന്നെ 10-40 വർഷം പഴക്കമുണ്ടെന്ന് ആലോചിക്കണം. അന്ന് അവിടുത്തെ സിസ്റ്റവും അത്ര രസമുള്ളതല്ല. പിടിപാടുണ്ടെങ്കിൽ ഊരിപ്പോരാ. ഇതിൽ മറ്റൊരു കുഴപ്പം, ഈ പെൺകുട്ടി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ആ കിഡ്നാപ്പ് ചെയ്ത ആള് പണം കൊടുത്താണ് ഇവളെ വിളിച്ചിട്ട് പോയിരിക്കുന്നത്. എന്നിട്ട് ഇവളെ എങ്ങോട്ടോ പ്ലെയിനിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് അവൾ പറയുക. പക്ഷെ അവള് പറഞ്ഞ കാര്യങ്ങളും മറ്റേ ആളുടെ കാര്യവും തമ്മിൽ യോജിക്കുന്നില്ല. പുള്ളിക്കാരനൊരു കുടുംബവും കുട്ടിയുണ്ട്, പബ്ലിക്കിൽ അത്യാവശ്യം മര്യാദയുള്ള ആളാ. ഈ കുട്ടി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അവിടുത്തെ വലിയ പോലീസ് ഇവള് പറയുന്നത് വിശ്വസിക്കുന്നില്ല. അവൾ ഈ സൈക്കോ ചെയിനിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചാണത്രേ. എന്നിട്ട് എങ്ങോട്ടോ കൊല്ലാൻ കൊണ്ടുപോകായിരുന്നു. പോലീസുകാരൻ പറയും നീ ക്യാഷിന് വേണ്ടിയല്ല അയാളുടെ കൂടെ പോയത്, പിന്നെന്തിനാണ് അയാൾ നിന്നെ കിഡ്നാപ്പ് ചെയ്യുന്നത്, അതിന്റെ ആവശ്യം എന്താ, നീ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഈ കാര്യത്തിൽ കേസെടുക്കാൻ പറ്റില്ല, നിനക്ക് വീട്ടിൽ പോകാം എന്നവർ പറയും. ഈ സമയത്ത് മറ്റൊരു സ്ഥലത്ത് രാത്രി ഹീറോയ്ക്ക് കോള് വരുന്നു. ഹീറോയും ഒരു പോലീസുകാരനാണ്. എവിടുന്നോ ഒരു ബോഡി കണ്ടുകിട്ടിയിട്ടുണ്ട്. ഹീറോ ഹോമിസൈഡ് പോലീസ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്പോട്ടിലേക്ക് ചെല്ലണം. ഹീറോയ്ക്ക് ഒരു ഭാര്യയും കുഞ്ഞുമോളും ഉണ്ട്. ഭാര്യയ്ക്ക് ഹീറോ ഈ ജോലി ചെയ്യുന്നതിൽ വലിയ താല്പര്യമില്ല. പെട്ടെന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് 2 ആഴ്ചയ്ക്കകം മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോ ഹീറോ ആ ബോഡി കാണാൻ വേണ്ടി പോകുന്നു. അത് ഈ അലാസ്ക വനപ്രദേശത്താണ് കണ്ടുകിട്ടിയിരിക്കുന്നത്. ഇവിടം ശീതകാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മഞ്ഞുരുകിയ അവസ്ഥയിലാണ്. നദിക്കരികിൽ നിന്നാണ് പോലീസുകാർക്ക് ഈ ബോഡി കണ്ടുകിട്ടിയത്. ഏതോ കരടി വലിച്ചു മാന്തി പറിച്ചിട്ടിരിക്കുകയായിരുന്നു. മണ്ണിനടിയിലായിരുന്നു ബോഡി ഉണ്ടായിരുന്നത്. കരടിയാണ് പുറത്തേക്ക് വലിച്ചെടുത്ത്. ഏകദേശം 1 വർഷത്തോളം പഴക്കമുണ്ട് ബോഡിക്ക്. ഒരു പെൺകുട്ടി തന്നെയാണ്. അവളുടെ ശരീരഭാഗത്ത് നിന്ന് ഒരു ബുള്ളറ്റിന്റെ ഷെല്ല് കണ്ടുകിട്ടിയിട്ടുണ്ട്. സോ വെടിവെച്ച് തന്നെയാണ് കൊന്നിരിക്കണേന്ന് മനസ്സിലായി. ഈ നാട്ടിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. അതിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നുള്ളത് പോലീസുകാർ ഉറപ്പിക്കും. ഇനി അവിടെ നിന്ന് നമ്മുടെ ആദ്യത്തെ പെൺകുട്ടി സിൻഡിയിലേക്ക് വന്നാൽ അവള് പറയുന്നത് വിശ്വസിക്കേണ്ടെന്നും പറഞ്ഞിട്ട് മുതിർന്ന പോലീസുകാരൻ അവളെ വെറുതെ വിടാനും ഈ കേസ് ക്ലോസ് ചെയ്യാനും അവളെ രക്ഷപ്പെടുത്തിയ പോലീസുകാരനോട് പറയുന്നു. പക്ഷെ രക്ഷപ്പെടുത്തിയ പോലീസുകാരൻ അറിയാം അവള് പറയുന്നത് സത്യമാണ്, അതിലെന്തോ ഒരു കഴമ്പുണ്ട്, നിങ്ങൾ കാര്യമായി ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഇതിന് പിന്നിൽ വലിയ സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ മൂത്ത പോലീസുകാരൻ
ഇങ്ങേര് പറയുന്നത് വകവയ്ക്കില്ല. അയാൾ ഈഗോ കാണിച്ച് ഏതേലും വഴി പോകുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് പറയുന്നതും വെച്ച് മാന്യനായ ഒരാളുടെ പുറത്ത് എനിക്ക് കേസെടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സിൻഡി പെൺകുട്ടിയെ അവർ സ്റ്റേഷനിൽ നിന്ന് തുറന്നു വിടുകയും ചെയ്യുന്നു. അവൾ ഓടി തന്റെ റൂമിലേക്ക് വന്ന് കരടിബൊമ്മയും കെട്ടിപ്പിടിച്ച് പേടിച്ച് കിടന്നുറങ്ങുക. പിറ്റേന്ന് ആ സ്റ്റേറ്റ് പോലീസുകാർ ഈ ബോഡി കണ്ടുകിട്ടിയതിനെ പറ്റിയുള്ള ന്യൂസ് കൊടുക്കുകയാണ് പ്രസ് ക്ലബ്ബിൽ. വിക്ടിം ആരാണെന്ന് അവർക്ക് മനസ്സിലായി. ഷെറി മോറോ എന്ന് പറഞ്ഞ 23 വയസ്സുള്ള പെൺകുട്ടിയാ. കഴിഞ്ഞ നവംബറാണ് അവളെ കാണാതായത്. ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അവൾ ആരുടെ കൂടെയോ പോയതാണ്. $300 കൊടുക്കാം ഫോട്ടോഗ്രാഫി ചെയ്യണമെന്ന് പറഞ്ഞ് ആരോ അവളെ വിളിച്ചുകൊണ്ടുപോയി. അതാരാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ ബോഡിയാണ് കണ്ടുകിട്ടുന്നത്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പോലീസുകാർ പറയും. ഇപ്പൊ പത്രക്കാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നു. ലാസ്റ്റ് ഇയർ മറ്റൊരു പെൺകുട്ടി കാണാതായിട്ടുണ്ട്. ഈ വർഷം തന്നെ വേറെ 2 പെൺകുട്ടികളും കാണാതായിട്ടുണ്ട്. അവരുടെ കേസുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? അവരുടെയും ബോഡികളാണോ ഇനി കണ്ടുകിട്ടാൻ പോകുന്നത് എന്നൊക്കെ പത്രക്കാർ ചോദിക്കുന്നു. പോലീസുകാർ പറയാണ് ഈ കേസുമായിട്ട് അതിന് ബന്ധമുണ്ടാവണമെന്നില്ല. അതെല്ലാം ഇപ്പോഴും മിസ്സിംഗ് കേസ് തന്നെയാണ്. അവർ ചിലപ്പോൾ ഈ സ്റ്റേറ്റ് വിട്ടു പോയിട്ടുണ്ടാവാം. നമുക്ക് സത്യം അറിയില്ല. ഇപ്പോൾ ഒരു ബോഡി കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നും പറഞ്ഞ് ഇവർ ആ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സിൻഡിയെ രക്ഷപ്പെടുത്തിയ ആ നല്ല പോലീസുകാരനില്ലേ, അയാൾക്ക് മനസ്സിലായി ഈ കേസിൽ എന്തോ കഴമ്പുണ്ടെന്ന്. സോ പുള്ളിക്കാരൻ ഈ സിൻഡിയുടെ കേസ് ഫയല് ആ സ്റ്റേഷനിൽ നിന്ന് ആരും അറിയാതെ കട്ടെടുത്ത് വേറെ ആർക്കോ അയക്കുന്നുണ്ട്. ആർക്കാന്നറിയില്ല. ഈ സമയത്ത് ഹീറോ ആ ബോഡി കിട്ടിയ പെൺകുട്ടിയുടെ കൊലപാതകത്തെ പറ്റി പറയാണ്. സംഭവം അതൊരു റിമോട്ട് ഏരിയ ആയതുകൊണ്ട് കില്ലർ ബോട്ടിലായിരിക്കണം പെൺകുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക. മരണം നടക്കുന്ന സമയത്ത് അവിടെ നല്ല നദിയൊഴുക്കുണ്ടായിരുന്നു. ജീവനോടെ കൊണ്ടുപോയി അവിടെ വെച്ച് ഷൂട്ട് ചെയ്താണ് കൊന്നിരിക്കുന്നത്. ഉപയോഗിച്ചിട്ടുള്ളത് 223 ബുള്ളറ്റ് ആണ്. ഈ ക്രൈം കണ്ടാൽ അറിയാം അവൻ മെത്തോഡിക്കലാണ്. പെട്ടെന്ന് സംഭവിച്ചതല്ല. വളരെ ക്ലീനായ മർഡർ പ്ലാൻ ആണ്. അപ്പൊ ചീഫ് ചോദിക്കും, അത്രയും ക്ലീൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെന്തിനാണ് അവൻ ഷെല്ല് കളഞ്ഞിട്ട് പോയത്, ബുള്ളറ്റ് ഷെല്ല്? അതിന് ഹീറോ അതവൻ കെയർലെസ് ആയതുകൊണ്ടല്ല, ഓവർ കോൺഫിഡന്റ് ആയതുകൊണ്ടാ. ഈ ബോഡി കണ്ടുകിട്ടുമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരുപാട് ബോഡികൾ ഇതുപോലെ അവൻ മറവ് ചെയ്തിട്ടുണ്ടാവണം. ഇത് കേട്ട് ചീഫ് ഷോക്കാവും. നീ എന്തൊക്കെയാ പറയുന്നത്? ഈ ഒരു ബോഡിയും വെച്ച് മറ്റു കുട്ടികളെ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? അതിന് ഹീറോ ഇതവന്റെ ഫസ്റ്റ് ടൈം ഓപ്പറേഷൻ അല്ല എന്നുള്ളത് ക്രൈം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സാർ. അവൻ ഇതിനു മുന്നേയും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന് നേരത്തെ മിസ്സായി പോയ ഏതോ ഒരു പെൺകുട്ടിയുടെ സിസ്റ്റർക്ക് ഇവരോട് സംസാരിക്കണമെന്ന് പറയും. അപ്പൊ ഹീറോ ഇതെന്റെ അവസാനത്തെ ആഴ്ചയാ, ഈ കേസ് ഞാനല്ലല്ലോ നോക്കുന്നത്, നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ എന്ന് പറയാണ്. പക്ഷെ ചീഫ് ഇത് അവസാനത്തെ കേസല്ലേ, ഇതും കൂടെ നീ തീർത്തിട്ട് പോയാ മതി എന്ന് പറയും. സോ ഹീറോ വേറെ വഴിയില്ലാതെ ആ കേസിന്റെ തന്നെ തുടരന്വേഷണം നടത്തുകയാണ്. അതിനുവേണ്ടി കഴിഞ്ഞ 2 വർഷം ആ സ്റ്റേറ്റിൽ നടന്ന മുഴുവൻ കേസുകളുടെയും ലിസ്റ്റ് പരിശോധിക്കുകയാണ്. രാത്രി എല്ലാം ഇരുന്ന് ഈ അവസാനം കിട്ടിയ പെൺകുട്ടിയുടെ കേസ് പഠിക്കും. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു പാഴ്സൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. സംഭവം നമ്മുടെ സിൻഡി പെൺകുട്ടിയുടെ ഫയലാണ്. സോ നേരത്തെ ഈ ഫയൽ അയച്ച ആ പോലീസുകാരനല്ലേ, അയാൾ ഹീറോയ്ക്കാണ് ആ ഫയൽ അയച്ചു കൊടുത്തത്. ഈ സമയത്ത് വേറെ എവിടെയോ ഒരു പെൺകുട്ടി എനിക്കൊരു ഫോട്ടോ സെഷൻ ഉണ്ട്, ഞാൻ അതിനു വേണ്ടി പോവുകയാണ്, അയാൾ കുറെ പണം തരാമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് തന്റെ റൂംമേറ്റിനോട് ബൈ പറഞ്ഞ് അവൾ ഇറങ്ങാണ്. ഏതോ ഒരു പാട്ട വണ്ടിയിലാണ് ആ ഫോട്ടോഗ്രാഫർ അവളെ പിക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ആ നാട്ടിലൊരു ഡീസൻ്റായ വ്യക്തിയെ കാണിക്കുന്നു. പുള്ളിക്കാരൻ ഒരു ബേക്കറിയാണ് നടത്തുന്നത്. സമൂഹത്തിലൊക്കെ അത്യാവശ്യം വിലയും നിലയുള്ള ആളാണ്. ഒരു ഭാര്യയും 2 മക്കളും ഉണ്ട്. എല്ലാവർക്കും പുള്ളിക്കാരന് ഇഷ്ടമാണ്, സ്ഥലത്തെ പോലീസുകാരുൾപ്പെടെ. അയാളുടെ ബേക്കറി ഫുഡിന് ആ സിറ്റിയിൽ നല്ല സ്വീകാര്യതയാണ്. പുള്ളിയുടെ പേര് ഹാൻസൺ. ഇപ്പൊ ഹീറോ ഈ ഹാൻസനെ പറ്റി തന്റെ കൊളീഗ് പോലീസുകാരനോട് ചോദിക്കുന്നു. ഈ ബേക്കറിക്കാരന് വർഷം 71 ഒരു കേസ് ഫയലായിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ ഗൺ പോയിന്റിൽ നിർത്തി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ്. അതിനയാൾക്ക് ശിക്ഷയും കിട്ടിയതാ, 5 വർഷത്തെ ശിക്ഷ. പക്ഷെ 3 മാസം കൊണ്ട് പുള്ളിക്കാരൻ പുറത്തു വന്നു. അത് കഴിഞ്ഞ് ഇപ്പിതാ അയാളെ പേടിച്ചൊരു പെൺകുട്ടി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും പോലീസുകാർ കേസ് എടുത്തിട്ടില്ല. ഇയാൾ എന്തുകൊണ്ട് നമ്മുടെ ലിസ്റ്റിലില്ല എന്ന് ഹീറോ ചോദിക്കുക. അതിന് ആ കൊളീഗ് പറയും, 12 വർഷങ്ങൾക്ക് മുന്നെയാണ് പുള്ളിക്കാരനൊരു കേസിൽ പെട്ടത്, അതിന് ശിക്ഷയും കൊടുത്തു, അതുകൊണ്ടായിരിക്കാം നമ്മുടെ ലിസ്റ്റിൽ പെടാത്തതെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ക്രൈം പാസ്റ്റ് ഉള്ള ആളല്ലേ. കഴിഞ്ഞ 2 വർഷത്തിൽ 8 പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. എല്ലാവർക്കും 5.5 അടിക്ക് താഴെയാണ് പൊക്കം, വലിയ ഭാരവുമില്ല, എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ചെറിയ പെൺകുട്ടികൾ. ഇവരെല്ലാം തന്നെ ഏതോ അപരിചിതനുമായി പുറത്തുപോയവരാ. പിന്നീട് ആരും തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ ഇത് അവസാനത്തെ കേസ്. ആ സിൻഡി പോൾസൺ ആ പെൺകുട്ടിക്ക് $200 കൊടുക്കാന്നും പറഞ്ഞ് ഇവൻ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നു. എന്നിട്ട് ഗൺ പോയിന്റിൽ നിർത്തി അവളെ പീഡിപ്പിക്കുകയാണ് ചെയ്ത്. അത് കഴിഞ്ഞ് ഏതോ ക്യാബിനിലേക്ക് കൊണ്ടുപോകാന്നും പറഞ്ഞ് ഫ്ലൈറ്റിൽ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ആ നാറികൾ കേസ് എടുത്തിട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണമെന്ന് ഹീറോ തന്റെ കൊളീഗിനോട് പറയാണ്. അത് കഴിഞ്ഞന്ന് വൈകിട്ട് അവിടെ ഒരു റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അവിടേക്ക് എളുപ്പത്തിൽ പോലീസുകാർക്ക് പോകാൻ കഴിയില്ല. സോ ഹീറോ ഒരു ജിമ്മം പോലീസുകാരനെയും കൂടെ കൂട്ടി വേഷവും മാറി ഇവർ ആ സ്ട്രീറ്റിലേക്ക് കടക്കുകയാണ്. അവിടെ ഒരുപാട് ബാറുകളുണ്ട്.
ഒപ്പം റോഡിൽ തന്നെ പെൺകുട്ടികൾ കോൾ ഗേൾസ് ആയിട്ട് നിൽപ്പുണ്ടാവും. ഇതെല്ലാം മാഫിയക്കാരാണ് നടത്തുന്നത്. അതിനവർ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കുന്നുണ്ട്. സോ പോലീസുകാർക്ക് അവിടെ കയറി ആക്ഷൻ എടുക്കാൻ പറ്റില്ല, ഒരു പരിധിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹീറോയും ആ പോലീസുകാരനും കൂടെ ചേർന്ന് നൈസായി ഓരോ ബാറിലേക്ക് കയറുകയാണ്. ഓൾറെഡി നമ്മുടെ സിൻഡി പെൺകുട്ടിയെ പറ്റി ഈ ജിമ്മം പോലീസുകാരൻ അന്വേഷിച്ചു. 11 വയസ്സ് മുതൽ അവൾ വീടിന് വെളിയിലാണ് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ തൊഴിൽ ചെയ്യുന്നുണ്ട്. അവളുടെ പിമ്പ്, അതായത് മാമ ക്ലെയ്റ്റൺ ജാക്സൺ എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കക്കാരനാണ്. ഇവിടെ വരുന്ന പോകുന്ന കോൾ ഗേൾസിനെ പറ്റി ആരും അന്വേഷിക്കാറില്ല. അതുകൊണ്ടാണ് അവർ മിസ്സിംഗ് ആയാലും തന്നെ അതൊരു വലിയ കേസാവാത്തത്. ഇപ്പൊ ഹീറോ നമ്മുടെ സിൻഡി പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അവൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അവിടെയുള്ള എല്ലാവരോടും ചോദിക്കുകയാണ്. ആരും പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോഴാണ് ഒരു ബാർ ടെൻഡർ ആയിട്ടുള്ള ഗേള് ആ ചേച്ചിക്ക് കുറച്ച് പണം കൊടുക്കുമ്പോൾ പുള്ളിക്കാരി പറയാൻ തയ്യാറാവും. അവര് പറയാണ്, ഈ പെൺകുട്ടി എന്തായാലും ബാറിനകത്തല്ല ജോലി ചെയ്യുന്നത്, അവൾ സ്ട്രീറ്റിൽ നിന്നാണ് ആൾക്കാരെ പിക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടാവില്ല. മേ ബി നിങ്ങൾ സ്ലീപ്പിംഗ് ലേഡിയെ കാണോ, അവർക്കതിനെപ്പറ്റി അറിയാമെന്ന് പറയും. അത് കഴിഞ്ഞ് ഹീറോ വേറൊരു മിസ്സായി പോയ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിന് ആ ലേഡി പറയുകയാണ്, ഈ പെൺകുട്ടി ബാറിനകത്തേക്ക് വരാറുണ്ട്, വന്നിട്ട് അകത്ത് നിന്നുള്ള ആൾക്കാരെയാണ് പിക്ക് ചെയ്തിട്ട് പോവുക. ഏഞ്ചൽ എന്നാണ് അവളുടെ പേര് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എവിടെ പോയി എന്നറിയില്ല. ഈ ലേഡി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബാറിന്റെ നടത്തിപ്പുകാരൻ വന്നിട്ട് ഈ സമയത്ത് പുറത്ത് നിൽക്കരുത്, അകത്തേക്ക് പോകുന്നും പറഞ്ഞ് മിരട്ടി അവരെ അകത്തേക്ക് പറഞ്ഞു വിടുക. നമ്മുടെ ജിമ്മനും ഹീറോയും പോലീസുകാരാണെന്ന് അയാൾക്കറിയാം. അവൻ ഇവരെയും മിരട്ടിയിട്ട് അകത്തേക്ക് പോകുന്നു. അത് കഴിയുമ്പോൾ പിറ്റേന്ന് ഹീറോ ആ ഏതോ കാണാതായ പെൺകുട്ടിയുടെ സഹോദരിക്ക് ഇവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ സഹോദരിയെ ചെന്ന് കാണാണ്. കാണാതായ പെൺകുട്ടിയുടെ ഡെന്റൽ റെക്കോർഡ്സ് ആ സഹോദരിയുടെ കയ്യിലുണ്ട്. 1.5 വർഷങ്ങൾക്ക് മുന്നെയാണ് അവൾ കാണാതായത്. ആ പെണ്ണിനൊരു ചെറിയ പെൺകുട്ടിയുണ്ട്, 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി. ഇപ്പോഴും അമ്മയെ കാത്ത് വീട്ടിലിരിപ്പാണ്. ഈ ചേച്ചി തന്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് കാണിച്ചിട്ട്, എന്റെ അനീത്തിയുടെ കയ്യിലും ഇതേപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അച്ഛൻ തന്നാണ്, ഒരിക്കലും അത് അവൾ കയ്യിൽ നിന്ന് മാറ്റാറില്ല. ഈ ചേച്ചിയുടെ വിഷമം കണ്ടിട്ട് ഹീറോ പറയും, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാമെന്ന്. പക്ഷെ ആ ചേച്ചിക്ക് അറിയാം അനീത്തി എന്തായാലും മരിച്ചു കാണുമെന്നുള്ളത്. ചേച്ചി പറയാണ്, ഇനിയും നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല സാർ, അവൾ പോയിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കും. അവൾക്കൊപ്പം ഒരുപാട് പെൺകുട്ടികളും പോയിട്ടുണ്ട്. എനിക്ക് അവളുടെ ബോഡിയെങ്കിലും കണ്ടുപിടിച്ച് തരണം, ഒരു നല്ല സ്ഥലത്ത് അവൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാ, അതുമാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് വിഷമിച്ചവരിറങ്ങിപ്പോവാണ് ഈ ബ്രേസ്ലെറ്റ് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട്. ഈ സമയത്ത് ഹെൻസൺ, അതായത് ആ ബേക്കറിക്കാരൻ, പുള്ളിക്കാരന്റെ കുടുംബം ഇപ്പൊ നാട്ടിൽ പോയിരിക്കുക. പലപ്പോഴും അവർ നാട്ടിലായിരിക്കും. പുള്ളി തനിച്ചാണ് തന്റെ വീട്ടിലുണ്ടാവുക. ആള് സ്വന്തം ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് അതിങ്ങനെ കൂളായി പാട്ടും കേട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. കാണുമ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഈ സമയത്ത് നമ്മുടെ സിൻഡി ഇല്ലേ, സിൻഡി ഹീറോയെ കാണാൻ വേണ്ടി നേരിട്ട് സ്റ്റേഷനിലേക്ക് തന്നെ വരുന്നു. കാരണം ഇവര് സിൻഡി അന്വേഷിച്ച് പോയി എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. ഹീറോയ്ക്ക് പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ ഇത് സിൻഡിയാണെന്ന് പിടിയിട്ടും ചെയ്യും. ഹീറോയുടെ ടേബിളിലെ മകളുടെ ഫോട്ടോയും നോട്ടീസ് ബോർഡിലെ അനിയത്തിയുടെ ഫോട്ടോയും കണ്ടിട്ട് അവൾ ചോദിക്കും, ഇത് മോളും അനിയത്തിയും അല്ലേ, നിങ്ങളുടെ അനിയത്തി മരിച്ചുപോയി, അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഹീറോ അതിന് മറുപടി പറയുന്നില്ല. പകരം അവളോട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേര് സിൻഡി അല്ലേ, ഇപ്പൊ താങ്കൾക്ക് പ്രായം എത്രയായി? അവള് പറയും 18 വയസ്സ്. ഈ ക്രൈം നടക്കുമ്പോൾ അവൾക്ക് 17 വയസ്സേ ഉള്ളൂ, ഇപ്പോഴാണ് 18 ആയിരിക്കുന്നത്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഹീറോ ചോദിക്കുക. ഇവൾ ആ റെഡ് സ്ട്രീറ്റിൽ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കസ്റ്റമർക്ക് വേണ്ടി. അയാൾ കാർ ഓടിച്ചു വന്ന് $200 തരാം, അയാളുടെ കൂടെ പോകണം എന്ന് പറഞ്ഞു. ഇവള് കൂടുതൽ പണം കിട്ടുന്നതല്ലേ, പോകാമെന്ന് വെച്ച് പുള്ളിക്കാരന്റെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോവാണ്. നമുക്ക് ബേസ്മെന്റിലേക്ക് ചെല്ലാം, അതൊരു ഡെന്നാണെന്നും പറഞ്ഞ് ഇവൾ അയാളെ ബേസ്മെന്റിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അത് ശരിക്കും ഒരു ഡഞ്ചൻ ആയിരുന്നു, കുറെ മൃഗങ്ങളുടെ തലകൾ സൂക്ഷിച്ചിരിക്കുന്ന ഡഞ്ചൻ. അയാള് വേട്ടയാടി കൊല ചെയ്ത മൃഗങ്ങളാണതല്ല. സോ അയാൾക്ക് വേട്ടയാടുന്ന ഇഷ്ടമാണെന്ന് അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മുടെ ഹെൻസനെ കാണിക്കുന്നുണ്ട്, അയാൾ ആ ഡഞ്ചനിലാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് എന്തോ ശബ്ദം കേൾക്കുമ്പോൾ നീ എന്താടി കാണിച്ചെന്നും പറഞ്ഞ് ഇയാൾ എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ നേരത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ആരെയോ കൂടെ ഇറങ്ങിപ്പോയില്ലേ, ആ പെൺകുട്ടീനെ ഇയാളായിരുന്നു പിക്ക് ചെയ്ത് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ ചങ്ങലെ കെട്ടിവെച്ചിരിക്കുക, കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്. പെണ്ണ് പേടിച്ച് പാവം മൂത്രമൊഴിച്ചാണ്. ഇവനൊരു ടർക്കി കൊടുത്ത് അവളോട് തന്നെ തുടയ്ക്കാൻ പറയും. അവൾ കരഞ്ഞുകൊണ്ട് അത് തുടയ്ക്കുകയും ചെയ്തിട്ട്, എനിക്കൊരു മോളുണ്ട്, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടുമോ എന്ന് ചോദിച്ച് കരയുക. അപ്പൊ ഹെൻസൺ പറയും, നിന്നെ കൊണ്ട് എനിക്കിനി വേറെ ഒരു ഉപകാരം കൂടി ഉണ്ടെന്ന്. ഈ നേരത്ത് ഈ ഹെൻസന്റെ അയൽക്കാരൻ, ഇവിടെ വീട്ടിൽ ഭാര്യയും കുട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് ഭക്ഷണവുമായി അയാളുടെ വീടിനകത്തേക്ക് കയറി വരിക. ഈ അയൽക്കാരന്റെ ശബ്ദം കേൾക്കുമ്പോൾ പെണ്ണ് പെട്ടെന്ന് കരയാൻ തുടങ്ങും. ഹെൻസൻ അവളുടെ വാ പൊത്തിപ്പിടിച്ച്, നീ ഒച്ച വെച്ചാൽ നിന്നെയും കൊല്ലും, ഞാൻ അവനെയും കൊല്ലും, അതുകൊണ്ട് അടങ്ങിയിരുന്നോ, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി നേരെ ഈ അയൽക്കാരന്റെ അടുത്തേക്ക് പോവുക. അയാളെ, നീ എവിടെ പോയതാ, ഞാൻ ഒരുപാട് നേരമായി വിളിക്കുന്നു, എന്റെ ഭാര്യ ഭക്ഷണം കൊടുത്തു വിട്ടിട്ടുണ്ട്, നീ തനിച്ചല്ലേ ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഹെൻസൺ പറയുന്നു, ഞാൻ TV കണ്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു, ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല, ആ ഫുഡ് ഇരിക്കട്ടെ, എന്നാ നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് അയാളെ സമാധാനപൂർവ്വം പറഞ്ഞു വിടാണ്. ഈ സമയത്ത് ആ പെൺകുട്ടിക്ക് ഒച്ച വെച്ച് കരയായിരുന്നു. നമ്മളത് ആഗ്രഹിക്കുന്ന എന്നാ പാവം പെൺകുട്ടി കരയുന്നില്ല. ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹെൻസൺ
അവൻ തോക്കുമായിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അവൻ അയൽക്കാരനെ കൊല്ലുമായിരുന്നു. കട്ട് ചെയ്താ വീണ്ടും സിൻഡിയിലേക്ക് തിരിച്ചു വരുന്നു. ഇവളെയും അതുപോലെ ചങ്ങലയിൽ അയാൾ കെട്ടിവെച്ചിരുന്നു. പീഡിപ്പിച്ച് ഉപദ്രവിച്ചു കഴിഞ്ഞ് കാറി കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടി അയാളുടെ പ്രൈവറ്റ് ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ പ്ലെയിൻ ഫിക്സ് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഓടിയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ബോധം വന്ന പെണ്ണ് ഡോറും തല്ലി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. എന്നിട്ടാണ് അവൾ ലോഡ്ജിൽ ചെന്ന് അഭയം പ്രാപിച്ചത്. അയാൾ റേപ്പ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ധരിച്ചിരുന്നില്ല. സോ അയാളുടെ സീമൻ ഇവൾക്കകത്തുണ്ടായിരുന്നു. എങ്ങാനും രക്ഷപ്പെടുകയാണെങ്കിൽ അയാൾക്കെതിരെയുള്ള എവിഡൻസ് ആയിരുന്നു അത്. ഞാനത് പോലീസ് എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പോലീസ് ഞാൻ പറയുന്ന മൊഴിയൊന്നും കേട്ടില്ല. എന്നെ അവഗണിക്കുകയാണ് ചെയ്ത്. വിഷമത്തോടെ ഞാൻ ഇറങ്ങിപ്പോയി. ഇപ്പൊ നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നതുകൊണ്ട് ഒരു പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നാൽ എന്റെ കയ്യിൽ എവിഡൻസ് ഇല്ല. അയാൾ രക്ഷപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് ഹീറോ ചോദിക്കും, അവൻ ഇതുപോലെ മറ്റു പെൺകുട്ടികളോടും പെരുമാറിയിട്ടുണ്ടാകുമോ, നിനക്കതറിയാമോ എന്ന്. അതിന് സിൻഡി പറയാണ്, അയാൾ എന്നോട് പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് 7 പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒരാഴ്ച വെച്ചിട്ടാണത്രേ കളയാൻ വേണ്ടി കൊണ്ടുപോയത്. നിന്റെ ഭാഗ്യത്തിനാണ് ഞാൻ ഉടനെ കൊണ്ടുപോകുന്നതെന്ന് അയാൾ പറഞ്ഞിരുന്നു. പുള്ളിയുടെ വീട്ടിലേക്ക് ആരോ വരുന്നതുകൊണ്ട് എന്നെ കളയാൻ കൊണ്ടുപോയതായിരുന്നു. ഇതെല്ലാം പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോവുകയാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് സിൻഡി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നേരെ റെഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ല. ഏതൊക്കെയോ ചില ആണുങ്ങളെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവൾ പോകുന്നില്ല, പേടിച്ചിരിക്കുക. അപ്പൊ വഴി കാണുന്ന ഏതോ ഒരു ലേഡി ഇവളുടെ അവസ്ഥ കണ്ട് ഇവളെ സഹായിക്കാമെന്നും പറഞ്ഞ് ഇനി തെരുവിൽ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏതെങ്കിലും ബാറിലേക്ക് കയറാം, അവിടുന്ന് ഡാൻസ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഇവൾക്ക് ആദ്യം ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ കമ്പനി ആവാണ്. ഈ സമയത്ത് ഹീറോയും കൂട്ടുകാരും ഹെൻസന്റെ കേസുകളെല്ലാം വിശദമായിട്ട് പരിശോധിക്കും. അതിൽ 71-ൽ 2 പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. പക്ഷെ അതിൽ തുമ്പൊന്നും കിട്ടിയിട്ടില്ല ഈ ഹെൻസനെതിരെ. ആ സമയത്താണ് അയാൾ ബോട്ട് വാങ്ങിക്കുന്നത്. പിന്നെ 73, 75 ഓരോ പെൺകുട്ടികളായിട്ട് ഡിസപ്പിയർ ആയി. അത് കഴിഞ്ഞ് 76-ൽ ഒരു മോഷണ കേസിൽ ഈ ഹെൻസൻ ജയിലിലേക്ക് പോകുന്നു. 1.5 വർഷം മാത്രമേ തടവ് കിട്ടിയിട്ടുള്ളൂ. വീണ്ടും അയാൾ റിലീസായിട്ട് വരുന്നു. പിന്നെ 78-ലും 80-ലുമാണ് പെൺകുട്ടികളെ കാണാതായിരിക്കുന്നത്. ആ സമയത്തെല്ലാം ഇയാൾ അതേ സ്റ്റേറ്റിൽ പല ഭാഗങ്ങളിലായിട്ട് താമസിച്ചിട്ടുണ്ട്. ആ താമസിച്ച സ്ഥലത്ത് നിന്നാണ് ഈ പെൺകുട്ടികളെ കാണാതായിരിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ് മുഴുവനുമുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഇയാൾ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെന്ന് ഹീറോ ചീഫിനോട് പറയാണ്. എന്നാൽ ചീഫ് ആവട്ടെ ഒരേ ഒരു പെൺകുട്ടിയുടെ ബോഡിയെ നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ വലിയ കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ല. അവനെതിരെ നമുക്ക് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. മാത്രമല്ല പല കേസുകളും ക്ലോസ് ചെയ്താണ്. അത് റീഓപ്പൺ ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ല. പല പോലീസ് ഏജൻസികളും അത് ക്ലോസ് ചെയ്താ വീണ്ടും ഇവരത് റീഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ പേരിന് ദോഷമാണ്. അതുകൊണ്ട് അവരതിന് സമ്മതിക്കുന്നില്ല എന്ന് ചീഫ് പറയും. ആ സമയത്തായിരിക്കും പോലീസുകാർക്ക് മറ്റൊരു ബോഡിയും കൂടെ കണ്ടുകിട്ടിയെന്നുള്ള ന്യൂസ് വരുന്നു. അതും നേരത്തെ കണ്ടുകിട്ടിയ പെൺകുട്ടിയിൽ നിന്നും വെറും 1 മൈൽ അകലെ. ഇവര് ചെന്ന് ബോഡി പരിശോധിക്കുന്നു. അതപ്പോഴേക്കും മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. പല മൃഗങ്ങളും പറിച്ചു മാന്തിയ അവസ്ഥയിലാണ്. മുഖമൊന്നും മനസ്സിലാവുന്നില്ല. വെടികൊണ്ട പാടുകളുണ്ട്. വയറിലേക്ക് കത്തി കൊണ്ടാരോ കുത്തിയിട്ടുണ്ട്. മാത്രമല്ല മരം മുറിക്കുന്ന ബ്ലേഡ് കൊണ്ട് തല മുറിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായി അറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇട്ടിട്ട് പോവാണ് ചെയ്ത്. ഈ ബോഡിക്ക് എത്ര ദിവസം പഴക്കമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു 4 മാസം മാത്രമേ പഴക്കം കാണുള്ളൂ എന്ന് പറയാണ് ഡോക്ടർ. ഒപ്പം ഇതുപോലൊരു അവസ്ഥയിലുള്ള ബോഡി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും കൂടെ അയാൾ പറയും. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പം ഹീറോയുടെ കൊച്ചുമോള് കാത്തിരിപ്പുണ്ട്. അമ്മയും ഉറങ്ങിയിട്ടില്ല. അമ്മ അപ്പയെ ഒരുപാട് കുറ്റം പറഞ്ഞ് ഉറങ്ങാതെ കിടക്കുകയാണെന്ന് മോള് പരാതി പറയും. ഹീറോ ഓടിച്ചെന്ന് മോളെ പൊക്കിയെടുത്ത് മോൾ ഇനിയും വളരണ്ട, അപ്പൻ ഇത്രയുള്ള മോള് മതി എന്ന് പറയാം. ഈ സമയത്ത് സിൻഡിക്ക് അഭയം കൊടുത്തില്ലേ, ആ പെണ്ണ് സിൻഡി ഒരു ബാറിനകത്ത് കൊണ്ടുപോയി ഡാൻസ് ചെയ്യാൻ പറയുക. കിട്ടുന്ന പണം 50-50 എടുക്കാം. ബാർ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിയാണ്, ആരും ഉപദ്രവിക്കില്ല. ഇവൾക്ക് കുറച്ച് നാണുള്ളതുകൊണ്ട് ക്രിസ്റ്റൽ വലിക്കാൻ കൊടുത്ത് നല്ല ഡോസ് ആക്കിയിട്ടാണ് ആ പെണ്ണ് സിൻഡിയെ പറഞ്ഞു വിടുന്നത്. അവൾ പറയുന്നത് പോലെ തന്നെ സിൻഡി ചെന്ന് ഡാൻസ് ചെയ്യുന്നു. പലരും പണം കൊടുക്കുന്നുണ്ട്. അതും വാങ്ങിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിൻഡിയുടെ പഴയ പിമ്പ് ആ ആഫ്രിക്കക്കാരൻ അങ്ങോട്ട് വരുന്നത്. അവനെ കണ്ട് ഇവൾ ഓടി രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ അയാള്, ഈ മണ്ടം ബാറി ഡാൻസ് ചെയ്യാനാണോ ഞാൻ നിന്നെ വളർത്തിയത്? നീ ഇതിനേക്കാളും കഴിവുള്ളവളാ. ഇവിടെ നിന്ന് എന്ത് പണം കിട്ടാനാ? വല്ല നക്കാപ്പിച്ചേ കിട്ടത്തുള്ളൂ. എന്റെ കൂടെ വന്നാൽ ഓരോ രാത്രിക്ക് നിനക്ക് എത്ര പണം കിട്ടുമെന്നറിയാം. അതുകൊണ്ട് പറയുന്ന കേൾക്ക്, നിനക്ക് എന്റെ ആവശ്യമുണ്ട്. ഉറപ്പായിട്ട് നീ എന്നെ കാണാൻ വായോന്നും പറഞ്ഞ് അയാൾ കാർഡ് കൊടുത്തിട്ട് പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം നമ്മുടെ ഹാൻസൻ ബേക്കറിക്കാരൻ അയാൾ കാറും എടുത്ത് എങ്ങോട്ടോ പോവാണ്. നോക്കുമ്പോൾ ഈ പ്രൈവറ്റ് ഫ്ലൈറ്റ് ഒക്കെ പുറത്തില്ലേ, ആ സെന്ററിലേക്കാണ് പോകുന്നു. അയാൾക്കൊരു പ്രൈവറ്റ് പ്ലെയിൻ ഉണ്ട്. അവിടെ ചെന്ന് ആരും കാണാതെ ഇവൻ കിഡ്നാപ്പ് ചെയ്ത പെൺകുട്ടിയെ തോക്ക് കാണിച്ച് അവന്റെ പ്ലെയിനകത്ത് കയറ്റാണ്. ഒരു ചെറിയ വിമാനം. ആ പ്ലെയിൻ ഇങ്ങനെ പറന്നുയരും. അലാസ്കയിലെ ആരുമില്ലാത്ത വനപ്രദേശത്തേക്ക് അതിങ്ങനെ പോവുക. ഈ സമയത്ത് ഹീറോയുടെ കൂട്ടുകാർ ഈ ഹാൻസനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. അയാൾ പറയുന്ന അനുസരിച്ച് ഇവന് കാട്ടിൽ ക്യാബിനൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കാട്ടിലെ വീടുണ്ടായിരുന്നെങ്കിൽ അവിടെ എവിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് രഹസ്യമായി അന്വേഷിക്കാൻ പറ്റില്ല. പിന്നെ നോക്കേണ്ടത് അവന്റെ വീടാ. അത് വാറണ്ട് ഇല്ലാതെ ചെക്ക് ചെയ്യാനും പറ്റില്ല. കഴിഞ്ഞ വർഷം കുറച്ച് ഇൻഷുറൻസ് പണം കിട്ടിയതുകൊണ്ടാണ് അവൻ ആ പ്ലെയിൻ വാങ്ങിച്ചത്. അറസ്റ്റ് ചെയ്ത പല കേസിലും സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞ് ഇവൻ റിലീസായി പോയിട്ടുണ്ട്.
പക്ഷെ ഡോക്ടർമാർ കൺഫേം ചെയ്തു അവനങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന്. ഇനി സിൻഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അന്ന് സിൻഡിയെ രക്ഷിച്ച പോലീസുകാർ ആരും തന്നെ വേണ്ട എക്സാം റിസൾട്ടുകൾ എടുത്തിട്ടില്ല. അവരത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അവനെതിരെ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോ അവൻ പാവം ചെറിയ പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോയി ടോർച്ചർ ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് അറ്റോർണിയോ മേയറോ ആരും തന്നെ ഗവനിക്കുന്നില്ല. അവന്മാരോട് പോയി പണി നോക്കാൻ പറയും. ഞാൻ തന്നെ ഈ കേസ് ഒഫീഷ്യലായിട്ട് റീഓപ്പൺ ചെയ്യുക, അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കാണാൻ പറഞ്ഞോളൂ എന്ന് പറയാണ് ഹീറോ. ഈ സമയത്ത് ആ ബേക്കറിക്കാരൻ പ്ലെയിൻ കൊണ്ടുവന്ന് ഈ കാട്ടിലെ ഏതോ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് നിർത്തി ആ പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചിറക്കി ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ് ആദ്യം. എന്നിട്ട് അവളോട്, നീ വളരെ നല്ല കുട്ടിയാ, ഞാൻ പറഞ്ഞതെല്ലാം നീ അനുസരിച്ചു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറയും. എന്നിട്ട് അവളെ അഴിച്ചുവിടുകയാണ്, രക്ഷപ്പെട്ട് ഓടിക്കുമെന്നും പറഞ്ഞു. ഈ പെൺകുട്ടി ജീവനും കൊണ്ട് കിട്ടിയ വഴിയെല്ലാം ഓടി രക്ഷപ്പെടാൻ നോക്കുക. അപ്പൊ ഈ ബേക്കറിക്കാരൻ തന്റെ കയ്യിലെ സ്നൈപ്പർ തോക്ക് വെച്ച് ദൂരെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന പെൺകുട്ടിയെ കറക്റ്റ് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യും. ഒരു കാട്ടുമൃഗത്തെ എങ്ങനെയാണോ വേട്ടയാടി പിടിക്കുന്നത് അതുപോലെ ഇതുപോലെയാണ് ഓരോരുത്തരെയും ഇവൻ അഴിച്ചുവിട്ട് ഓടിച്ച് വെടിവെച്ച് കൊല്ലുന്നത്. അത് കഴിഞ്ഞ് അടുത്തുപോയി അവരെ ജീവൻ നഷ്ടമായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരുടെ ശരീരത്തുള്ള ഏതെങ്കിലും ഒരു ജ്വല്ലറി എടുത്തു വയ്ക്കും. അത് അവൻ അവാർഡ് പോലെ. അത് കഴിഞ്ഞ് ഈ ബോഡി കുഴി കുത്തി മൂടുകയാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും ഹീറോയിലേക്ക് വന്നാൽ ഹീറോ ചെന്ന് സിൻഡിയെ കണ്ട് അവൾക്ക് കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ ഒന്ന് കൂളാക്കുകയാണ്, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളോട്, നിന്റെ ഫാമിലി എവിടെയാണ്, അവർ നിന്നെ അന്വേഷിക്കില്ലേ, ഞാൻ വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നിന്നെ തിരിച്ചു കൊണ്ടുപോയി വിടാന്ന് പറയും. ഉടനെ ഈ പെൺകുട്ടി ദേഷ്യപ്പെടും. എന്റെ ഫാമിലിയെ കുറിച്ച് താൻ എന്തിനാ അറിയുന്നത്, താൻ എന്റെ സുഹൃത്താവാൻ നോക്കുകയാണോ? ഒരിക്കലും അതിന് കഴിയില്ല. തന്റെ അനിയത്തിക്ക് എന്താണ് പറ്റിയത് അതെന്നോട് പറയുമോ? ഇല്ലല്ലോ, നമ്മൾ ഒരിക്കലും സുഹൃത്തുക്കളല്ല. എന്നെക്കുറിച്ച് ചോദിച്ച എല്ലാവരും എന്നെ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ഇപ്പിതാ താൻ വന്നിരിക്കുന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിലും എന്നെപ്പറ്റി അന്വേഷിക്കാൻ ആരുമില്ല. അവർക്ക് ഞാൻ എന്ന കുഞ്ഞ് നാണക്കേടാണ്. എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടിയിറങ്ങിയത്. എനിക്ക് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. എന്നെ ആരും തിരിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് ഇവൾ എഴുന്നേറ്റ് പോകാൻ നിൽക്കുക. അപ്പൊ ഹീറോ പറയും, ഒരു കുടിയൻ ഡ്രൈവറാണ് എന്റെ അനിയത്തി ഇടിച്ചിട്ടത്. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് സമ്മാനം നൽകി എന്നെ വിഷ് ചെയ്തിട്ട് അവൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നടന്നപ്പോൾ മദ്യപിച്ച ഏതൊരു ഡ്രൈവർ വന്ന് അവന്റെ കാറ് കൊണ്ട് അനിയത്തി ഇടിക്കുകയായിരുന്നു. രക്തം വാർന്ന് അവൾ കിടന്നു. ഒരു നിമിഷം ഞാൻ പതറിപ്പോയി. ആശുപത്രിയിലേക്ക് എടുത്ത് ഓടുമ്പോഴൊക്കെ നിനക്കൊന്നും പറ്റില്ല, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ പോയി. അവൾക്കും നിന്റെ അതേ വയസ്സായിരുന്നു. ഇത് കേൾക്കുമ്പോൾ സിൻഡി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. മറുപടി ഒന്നും പറയുന്നില്ല. ഹീറോ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്ന് കാണാതായ പെൺകുട്ടികളുടെ എല്ലാം റിപ്പോർട്ടുകൾ പുറത്തേക്ക് എടുക്കും. 20 മുകളിൽ പെൺകുട്ടികളാണ് കാണാതായിരിക്കുന്നു. ഈ സമയത്ത് സിൻഡി ഒരു ബാറിൽ ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അതേ ബാറിലേക്ക് ആ സൈക്കോ ഹൻസൻ വരുന്നുണ്ട്. അയാൾ സിൻഡിയെ കാണും.